പ്രവാചകർ ഉറപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുമത്രേ. അവർ സുബൈ ജമാഅത്തായി നിസ്കരിച്ചിട്ട് അസർ വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസർ നമസ്കാരത്തിന് അടുത്ത വിഭാഗം മലക്കുകൾ വരുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാ. അതിനുശേഷം സുബൈക്ക് വന്ന മലക്കുകൾ അസർ കഴിഞ്ഞാൽ ഉടനെ അതുവരെ ചെയ്തിട്ടുള്ള നന്മത്തിന്മകളുമായി കയറിപ്പോയാണ്. അസറിന് വന്ന മലക്കുകൾ അസർ മുതൽ പിറ്റേ ദിവസത്തെ സുബൈ വരെ അവൻ ചെയ്യുന്ന എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്. സുബഹിയാകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ കടന്നു വരുകയാണ്. അവരും ഇവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുബൈ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസറിന് വന്നതാകുന്ന മലക്കുകൾ സുബഹി വരെ ചെയ്തിട്ടുള്ള എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തിയതുമായി അല്ലാഹുവിലേക്ക് കയറുകയാണ്. അല്ലാഹുവിലേക്ക് അവർ കയറിപ്പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമത്രേ, കൈഫ തറക്തും ഇബാദി, അല്ലയോ മലക്കുകളെ നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്റെ ദാസന്മാരെ ഏത് നിലയിലാണ് ഉപേക്ഷിച്ചിട്ട് വന്നത്? എന്റെ അടിമകളുടെ അവസ്ഥയൊന്ന് പറയുമോ? നമസ്കാരങ്ങൾ കൃത്യമായി സുബൈ നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിൽ വന്നതാകുന്ന ഉപ്പയാണോ? മഗ്രിബും അസറും ഒക്കെ കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ടുള്ള ഉപ്പയാണോ? നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്നതായ ഉമ്മയാണോ? സഹോദരിയാണോ? മലക്കുകൾ തിരിച്ചു ചെന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അത്തൈനാ ഇൻദഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്. ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹ്, ഞങ്ങൾ സുബൈക്ക് ചെന്നപ്പോൾ ആ തണുപ്പ് മാറ്റി വെച്ചുകൊണ്ട് രാവിലെ പ്രഭാത സമയത്ത് സുബൈ നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിലേക്ക് വന്നതായ ഉപ്പയാണ്. സുബൈ നമസ്കാരം നിർവഹിച്ച വ്യക്തിയാണ്. അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി റബ്ബേ വതറക്നാഹും വഹും യുസല്ലൂൻ. അസർ നമസ്കാരത്തിന് നോക്കുമ്പോൾ ആ ഉപ്പ അതേപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും അദ്ദേഹം പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നു. അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് മലക്കുകൾ പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ ഒരു ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി 2 തവണയായി ദിവസത്തിൽ മനുഷ്യ മാനവ നമ്മുടെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഖീബ് അതീദ് അലൈഹിസ്സലാം മാത്രമല്ല, പിന്നെയുണ്ട് മലക്കുകൾ. ഹദീസുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും, അസറിന് അവർ തിരിച്ചു പോകും. അതുവരെ എഴുതിയിട്ടുള്ള റെക്കോർഡുമായിട്ട് അവർ തിരിച്ചു പോകും. അസറിന് വേറൊരു വിഭാഗം മലക്കുകൾ വരും. അവർ അസർ മുതൽക്ക് പിറ്റേ ദിവസത്തെ സുബഹി വരെ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തി നിലകൊള്ളും ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് സുബൈക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും. ഒരുമിച്ച് ഇവരെല്ലാവരും സുബൈ നിസ്കരിക്കും. സുബൈ നിസ്കരിച്ചു കഴിയുമ്പോൾ അസറിന് ശേഷം വന്ന് സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളുടെയും റെക്കോർഡുമായിട്ട് റബ്ബിന്റെ സുബദത്തിലേക്ക് കയറിപ്പോകും. പുതിയ മലക്കുകൾ, ഫ്രഷ് മലക്കുകൾ അടുത്ത് വന്നിട്ടുണ്ട് സുബൈക്ക്. അവർ സുബൈ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഇവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. ഏതുവരെ? അസർ വരെ. അസറാകുമ്പോൾ അടുത്ത വിഭാഗം മലക്ക് വരും. എന്നിട്ട് അവരും സുബൈക്ക് വന്ന മലക്കുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബൈക്ക് വന്നവർ അസർ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ റെക്കോർഡുമായിട്ട് നന്മ തിന്മകളുമായി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് പോകും. അസറിന് വന്ന മലക്കുകൾ വീണ്ടും അവർ നിൽക്കും സുബൈ വരെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മലക്കുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ
2-3 പ്രാവശ്യമായിട്ടാണ് ഉയർത്തുക. ഒന്ന് ദിവസം ഉയർത്തുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? 2-3 രീതിയിലായിട്ടാണ് എന്ത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. ഒന്ന്, ദിവസവും നന്മ തിന്മകൾ രേഖപ്പെടുത്തി അള്ളാഹുലേക്ക് സബ്മിറ്റ് ചെയ്യും. ദിവസവും. അതാണിപ്പോ പറഞ്ഞത്. രാവിലെയും വൈകിട്ടും, അഥവാ സുബഹിക്കും നമ്മുടെ അമൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൊണ്ടുപോകും, അസറിനും കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ 2 നിസ്കാരത്തിന്റെ ജമാഅത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സുബഹി അസറും പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഭയങ്കര ശ്രേഷ്ഠതയാണ്. കാരണം ഈ 2 സമയവും ഗഫലത്തുള്ള സമയമാണ്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയമാണ്. ശരിയല്ലേ? രാത്രി 2 മണി വരെ ഫേസ്ബുക്ക്, പിന്നെ ഒരു 3 മണി വരെ വാട്സാപ്പ്, യൂട്യൂബ് എല്ലാം കണ്ടിരിക്കും. 3:30 ആകുമ്പോ ചോറക്ക, പിന്നെ സുബഹിയില്ല, അലാസ്. പിന്നെ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേച്ച് ഒരു കല്യാണമുണ്ട്, കല്യാണത്തിനൊക്കെ പോയി നല്ല റാഹത്തായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത 2 മണിയാകുമ്പോൾ കട്ടിലോട്ട് വന്ന് കടന്ന് 3 മണി വരെ യൂട്യൂബ്. അത് കഴിയുമ്പോൾ വീണ്ടും അസർ പോയി. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ശരിയല്ലേ? നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ പിന്നെ എന്താ അടുത്ത പരിപാടി? 20 റക്അത്ത് നിസ്കരിക്കോ? 20 റക്അത്ത് ഉറങ്ങോ? 25 റക്അത്ത് ഉറങ്ങോ? അല്ലേ ഈ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനം? യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകണ്ടോ, കൂവത്തുണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ പൊതുവെ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാൽ വേഗം ഉടയും പോയി കിടന്ന് ഉറങ്ങാണ്. കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങും. അസർ പോയി. മിക്കപ്പോഴും ജമാഅത്ത് ശ്രദ്ധിക്കാത്ത 2 ജമാഅത്താണ് ഏതൊക്കെ? സുബഹിയും അസറും. അള്ളാഹു ആക്കട്ടെ. മഗ്‌രിബിന് റെഡിയാണ്, നല്ല ഉണർവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫനാ ഫസാദ്, പിന്നെ ഒരു ചായ കുടിയുണ്ട്. അത് കറക്റ്റ് ചെയ്യണം. അതിന് ആ സമയത്ത് പോകും. മറ്റുള്ള ജമാഅത്ത് വേണ്ടാന്നല്ല, പക്ഷെ ഈ 2 ജമാഅത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കാണാം. എന്തുകൊണ്ട്? ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അവന്റെ നന്മ തിന്മകളുമായിട്ട് ആര് പോകുന്നത്? മലക്കുകൾ പോകുന്നത്. ഈ നിസ്കാരം കറക്റ്റ് ആയാൽ അങ്ങോട്ട് നേരെ മലക്കുകൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ്. ഹദീസ്. സമയമില്ലാത്തോണ്ടാണ് ഹദീസൊക്കെ ഓതാത്തത്. ഇഷ്ടം പോലെ ഹദീസുണ്ട് ആവശ്യം. അപ്പൊ അമലിനെ ഉയർത്തുന്നത് ദിവസത്തിൽ എത്ര വട്ടം? അനക്കമില്ലല്ലോ, 2 പ്രാവശ്യം. മനസ്സിലായില്ലേ? സുബഹിക്കും അസറിനും. പിന്നൊന്ന് ഉയർത്തുന്നത് ആഴ്ചയിലാണ് അമലുകളെ ഉയർത്തുന്നത്. ഏതൊക്കെ ദിവസം? തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആഴ്ചകളിൽ അമലുകൾ ഉയർത്തപ്പെടും. ഏതൊക്കെ ദിവസം? തിങ്കൾ, വ്യാഴം. അതുകൊണ്ടാണ് ആ 2 ദിവസവും അമലിന് ഉയർത്തപ്പെടുമ്പോൾ എന്തുകൂടി നമുക്കുണ്ടാവട്ടെ? പൊറോട്ട ഇറച്ചി. നോമ്പ് തിങ്കളും വ്യാഴം അല്ലേ നോമ്പ് പിടിക്കൽ സുന്നത്ത്. തിങ്കളാഴ്ച ദിവസത്തെ പറ്റിയുള്ള നോമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ മുത്തുനബി പറഞ്ഞത് ഫീഹി ഉലിതു, ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പൊ തിങ്കളും വ്യാഴവും നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവേ ഒരു മനുഷ്യന്റെ അമൽ അല്ലാഹു ഉയർത്തും, ആഴ്ചകളിൽ ഉയർത്തും. അപ്പൊ നോമ്പുകാരനായി റബ്ബിന്റെ അടുക്കൽ അമലെത്തിയാൽ വലിയ സ്വീകാര്യത. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നൊന്ന് ഉയർത്തുക. ഇപ്പൊ ദിവസം പറഞ്ഞു, ആഴ്ച പറഞ്ഞു, പിന്നൊന്ന് ഉയർത്തുക മാസത്തിലാണ്, വർഷത്തിലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, വർഷത്തിലാണ്. അതാണ് ശഅബാൻ മാസം. ശഅബാൻ